കഴുത്തിന്റെ എവിടെയൊക്കെയാണാവോ പഞ്ചർ? അതൊന്നും. നീ എന്തായി കാണിക്കണേ? കണ്ടൂടെ? ഇങ്ങനെയൊന്നല്ല പഞ്ചർ നോക്കുന്നത്. ഈ ട്യൂബ് എടുത്ത് വെള്ളത്തിൽ താഴ്ത്താ, അപ്പൊ ഇങ്ങനെ കൊമളകൾ വരും, അവിടെ പഞ്ചർ ഉണ്ടാവും. ഒരു ഇറുക്കിലെടുത്തോണ്ട് കുത്തുക. പഞ്ചർ കണ്ടുപിടിക്കാൻ എന്നെ പഠിപ്പിക്കൊന്നും വേണ്ട, എനിക്കറിയാട്ടാ. ബസ് മുതലോട് തർക്കുത്തരം പറഞ്ഞു. ചവിട്ടിട്ട് പറയടാ, ബാക്കി പറയടാ. എന്താ കൃഷ്ണേട്ടാ? കൈമൾ സാർ വന്നിട്ടുണ്ട്. എവിടെ? ഈശ്വര, പണി കഴിഞ്ഞ് വണ്ടി ഇന്ന് കാണിക്കാമെന്നല്ലേ പറഞ്ഞിരുന്നത്? അത് ഇപ്പൊ എന്ത് ചെയ്യും? തൽക്കാലം വണ്ടി അയാളുടെ കണ്ണിപ്പെടണ്ട, എങ്ങോട്ടെങ്കിലും മാറ്റ്. ഞാൻ എന്തെങ്കിലും അവതാ പറഞ്ഞ അയാളെ തണുപ്പിച്ച് വിട്ടോളാം. ചെല്ല്. സുന്ദര, എന്താണത്? മുൾക്കിരീടോ? ഇതിപ്പോ എനിക്ക് മുൾക്കിരീടം പോലെയാണ്. മൊയിലാളിയല്ലേ പറഞ്ഞത് പഞ്ചറുള്ള സ്ഥലത്തേക്ക് ഇറുക്കിൽ കുത്തി കയറ്റി വെക്കാൻ? ഇത് മുഴുവൻ പഞ്ചറാ. ഇത് പഞ്ചർ ഒട്ടിക്കണ കാശുണ്ടെങ്കിൽ 3 പുതിയ ട്യൂബ് വാങ്ങാം. ഒന്നും അല്ല, ഈ കടയിലെ കാശാര് കൊടുക്കും. കടയിലോ? എന്തിന്റെ? അവിടെ നിന്ന് ഒരു ഫുൾ ചൂല് വാങ്ങിച്ചിട്ടാണ് ഇതിന്റെ അകത്ത് ഇറുക്കിൽ പണ്ടാരിറങ്ങി കുത്തിക്കയറ്റി വെച്ചത്. ഓ, ഈ മുടിഞ്ഞവൻ കൈവച്ച കാശ ചൂലേ. ഒന്നുകൂടെ വേണോ? പോടോ, വാടാ. എത്ര നാളിങ്ങനെ പാത്തും പതിങ്ങി നടക്കേണ്ടി വരും എന്റെ പേടി. ഇവിടെ എന്തിനുള്ള പുറപ്പാടാ? ആത്മഹത്യ ചെയ്യാനാ? മുഖം കഴുകാനല്ലേ? എടാ, അവള് ചാടി. അപ്പൊ ആത്മഹത്യ തന്നെ. രക്ഷപ്പെട്ടു. അങ്ങനെയെങ്കിലും ഒന്ന് ഒഴിവായി കിട്ടുമല്ലോ. അവള് ചത്ത വീരപ്പക്കുറിപ്പ് നമ്മളെ വെറുതെ വിടും. അപ്പൊ രക്ഷിക്കണം. വാ. അവളെ കാണുന്നില്ല. ഉലുവാലാകോ? നീ ചാട്. എനിക്ക് നീന്താൻ അറിയില്ല. എനിക്ക് നീന്താൻ അറിയില്ല. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? നീന്താൻ അറിയുന്ന ആരെങ്കിലും ഞാൻ വിളിച്ചോണ്ട് വരാം. ഇനി ഒന്നും നോക്കാനില്ല. നിന്റെ കൈ പിടിച്ചേ. ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോ. എന്നിട്ട് 1 2 3 ഞാൻ പറയും. അപ്പൊ ഒറ്റച്ചാട്ടം. കൃഷ്ണ ഗുരുവായൂരപ്പ ഭഗവാനെ, കൃഷ്ണ കൃഷ്ണ മുകുന്ദ ജനാർദ്ദന, കൃഷ്ണ ഗോവിന്ദ നാരായണ ഹരേ, കണ്ടങ്ങിരിക്കും ജനങ്ങളെ, കണ്ടില്ലെന്ന് വരുത്തും. ഒന്ന് നിർത്ത്. ഇങ്ങനെ പ്രാർത്ഥിച്ചോണ്ടിരുന്ന പിന്നെ ചാടേണ്ടി വരില്ല. 1 2 3. നമ്മുടെ ബസന്തി തന്നെയാണോടാ പോകുന്നത്? അവളാകെ മാറിപ്പോയി. ആള് മാറിയതൊന്നുമല്ല, ദേഹത്തുണ്ടായിരുന്ന ചെളി കഴുകി പോയപ്പോ ഒന്ന് വെളുത്ത് സുന്ദരിയായതാ. വെള്ളം കണ്ടിട്ട് കാലം കുറെ ആയി കാണുവേ. ഓ, ഈ പുഴയെ ചാടിയ ഇത്രയും സൗന്ദര്യം കിട്ടുമെങ്കിൽ ഞാനും ഒന്ന് ചാടിയേനെ. നീ വെറുതെ ചാടിപ്പോഴ ചീത്തയാക്കണ്ട. ഓ, ഇനിയിപ്പൊ ഇവള് എന്റെ പെങ്ങളാന്ന് പറഞ്ഞ ആരും വിശ്വസിക്കൂല. ഓ, പൈസ 100 രൂപ. മനസ്സിലാകുന്ന ഭാഷ പറവച്ചേ. എത്രയാ മോനെ ഇതിന്റെ വില? 100 രൂപ. 100 രൂപയോ? അത് ഇച്ചിരി കൂടുതലല്ലേ? കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്ക്. മോക്കാണ് ഇത് നന്നായി ചേരുന്നത്. എന്താ നീ പല്ലിന്റെ ഇടയ്ക്ക് കുത്തി നിക്കണേ? പാല് കുടിച്ചിട്ട് പല്ലിന്റെ ഇടയിൽ കയറിയതാ. ആ ബസന്തി എങ്ങാണ്ട് വീണിട്ട് പെടലി ഇടുപ്പ് ഉളുക്കി. ഞാൻ ഇത്തിരി വെള്ളം ചൂടാക്കി കൊടുത്തു, ആവി പിടിക്കാനായി. ഇടുപ്പൊളിക്കുന്ന നിനക്ക് എങ്ങനെ മനസ്സിലായി? ആ കൃഷ്ണേട്ടൻ പറഞ്ഞതാ. ഞാൻ നോക്കിട്ട് വരാം. ഇവിടെ വന്ന്. നീയല്ലേ പറഞ്ഞത് ആ കുട്ടിയുടെ പെടലി ഉളുക്കി ഇടുപ്പുളിക്കി എന്നൊക്കെ പറഞ്ഞ ആവി പിടിക്കാന്ന്? അപ്പൊ നീ കേറി ചെല്ലുന്ന സമയത്ത് ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് ആവി പിടിക്കുന്നതെന്ന് അറിയാൻ പറ്റില്ല. അതുകൊണ്ട് നീ കണ്ണൊക്കെ കെട്ടിട്ട് പോയാ മതി. മിണ്ടാതിരി, ചെന്നോക്ക്. നീ നോക്കൊന്നും വേണ്ട. നീ ചെന്നിട്ട് ആംഗ്യ ഭാഷയില് മരുന്ന് വേണോ സുഖമാണോ എന്നൊക്കെ ചോദിച്ചാ മതി. ഞാൻ പോയി കൃഷ്ണന്റെ കണ്ടിട്ട് അതിനകത്ത് എന്നിട്ട് കണ്ണിന്റെ കെട്ടൂരും ഞാൻ നിന്റെ എല്ലൂരും പറഞ്ഞേക്കാം.
ഇവിടെ ആസന ആസനം പൊള്ളിന്ന് കുട്ടിക്ക് അങ്ങനെ മനസ്സിലായി. ഉസ്ല ബസ്ല ആക്രാന്താ ആക്രാന്തം കൊണ്ടൊന്നും വന്നതല്ല, കുട്ടിയുടെ ക്ഷേമം അന്വേഷിക്കാൻ വന്നതാ. കുട്ടിക്ക് വേണ്ട. എന്റെ ദൈവമേ, പറയാൻ പറ്റാത്തടത്തൊക്കെ പൊള്ളിന്നാണ് തോന്നണത്. ആ ഒടുക്കത്തവന്റെ കെട്ട് കാരണം നോക്കാനും പറ്റണില്ല. ഓ ബാരതീസ് മന ഞാനാ പൂനാന്ന് പറഞ്ഞ എനിക്ക് മനസ്സിലാവൊന്നുമില്ല. കുട്ടിക്ക് വേദന ഉണ്ടല്ലേ? ഹോസ്പിറ്റലിൽ പോണോ? ഞാനും വരാ, എനിക്കും വേദന ഉണ്ട്. ഒറ്റക്ക് പോവണ്ട വസന്തി, നല്ല വേദന ഉണ്ട്, അതാ കരയണത്. ഞാൻ വരാ കൂടെ. ഇത് എങ്ങനെ ഒന്ന് പറഞ്ഞാലും മനസ്സിലാവൂല. ഒടുക്കത്തൊരു കെട്ടും ഞങ്ങൾ പോയി. ഉണ്ണികൃഷ്ണ! ചോദിക്കാനും പറഞ്ഞ ആരല്ലോ തിരിച്ചതാ പന്നികളെ. ഇനി പരിസരത്ത് കണ്ടു കൊന്നൊളിഞ്ഞ്. എന്റെ എലിയെ തുറന്നു വിട്ടല്ലേ പിശാച്. ഞാൻ തല്ലി നിക്കാനാ പറഞ്ഞത്. നിക്കാൻ സോറി, ഞാൻ കണ്ടില്ല.